കുഞ്ഞിനെ വിട്ടുമാറാത്ത അസുഖങ്ങൾ മരുന്ന് കൊടുക്കുമ്പോൾ കുറയും, പൂർണ്ണമായിട്ട് മാറുന്നില്ല. ഇത് പല മാതാപിതാക്കളും ഫേസ് ചെയ്തിട്ടുള്ള പ്രോബ്ലം അല്ലേ? ഡോക്ടറെ അടുത്ത് കൊണ്ടുവന്ന സമയത്താണ് ഡോക്ടർ പരിശോധിച്ചിട്ട് പറയും കുട്ടിക്ക് അഡിനോയിഡ്സ് എൻലാർജ് ചെയ്തിട്ടുണ്ട്, ഇതിന് ഒന്നുകിൽ മരുന്ന് കഴിക്കണം ഇല്ലെങ്കിൽ ഓപ്പറേഷൻ ചെയ്യണമെന്നെല്ലാം പറയും. പലർക്ക് സംശയം തോന്നാം, കുട്ടിക്ക് അങ്ങനത്തെ കംപ്ലയിൻസ് ഒന്നും ഇല്ലല്ലോ, എന്താണ് ഈ അഡിനോയിഡ്സ്, ഇത് തുടക്കത്തിൽ എങ്ങനെയാണ് നമുക്ക് കുഞ്ഞിന് തിരിച്ചറിയാൻ പറ്റുക എന്നുള്ളത് പറഞ്ഞുതരാം. അഡിനോയിഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ മൂക്കിന്റെ ഉള്ളിൽ നേസോഫാരിങ്സ് എന്ന് പറയുന്നത്, അതായത് മൂക്കിന്റെ അകത്ത് നിന്ന് നമ്മുടെ തൊണ്ടക്കുഴി എത്തുന്ന ട്രാക്കിനകത്ത് കാണുന്ന ഒരു ലിംഫ് നോഡ്സ് ആണ്. ഈ ലിംഫ് നോഡ്സ് എന്ന് പറഞ്ഞാൽ കടല. ഇത് സാധാരണഗതിയിൽ ഈ വഴി വരുന്ന രോഗാണുക്കളെ തടഞ്ഞു നിർത്തുന്ന ഒരു ചെക്ക് പോസ്റ്റ് ആണ്. എന്നാൽ അലർജി ടെൻഡൻസി ഉള്ള ആൾക്കാർക്ക്, വിട്ടുമാറാതെ ജലദോഷമുള്ളവർക്ക് അത് ചെറുതായിട്ട് എൻലാർജ് ചെയ്ത് വയ്ക്കും. എൻലാർജ് ചെയ്യുന്ന സമയത്ത് മൂക്കിനകത്ത് കൂടി ശ്വാസം എടുക്കാൻ കുഞ്ഞിന് ബുദ്ധിമുട്ട് വരും. രാത്രി കിടക്കുന്ന സമയത്ത് വാ തുറന്ന് കിടന്നുറങ്ങുകയാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ലക്ഷണം. അതോടൊപ്പം കുഞ്ഞിന് രാത്രി സ്ഥിരം മൂക്കടപ്പും ഇറിറ്റേഷനും കുട്ടിക്ക് ചെറിയ കൂർക്കം വലി പോലുള്ള ലക്ഷണങ്ങളും കാണിച്ചു എന്ന് വരാം. ക്രമേണ വാ തുറന്ന് ഉറങ്ങുന്നതുകൊണ്ട് കുട്ടിയുടെ വായുടെ ഷേപ്പിന് ഒരു വ്യത്യാസം വരാം. പല്ലുകൾ പതുക്കെ മുന്നിലേക്ക് തള്ളുകയും നമ്മൾ ബണ്ണി ടീത്ത് എന്ന് വിളിക്കത്തില്ലേ, രണ്ട് പല്ലുകൾ കൂടുതൽ വലുതായിട്ട് വളരുന്ന ഒരു ടെൻഡൻസിയിലോട്ട് മാറുകയും ചെയ്തു എന്ന് വരാം. കൂടുതലായിട്ട് അഡിനോയിഡ്സ് അടയുന്ന സമയത്ത് ജലദോഷം എല്ലാം വന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് ഇടയ്ക്കിടയ്ക്ക് ചെവി ഇൻഫെക്ഷൻ, ചെവി വേദന പോലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു എന്ന് വരാം. അഡിനോയിഡ്സ് പ്രോബ്ലം വിട്ടുമാറാതെ നിൽക്കുന്ന കുട്ടികളെ ഫേസ് കണ്ടാൽ തന്നെ തിരിച്ചറിയാം. പലപ്പോഴും ഈ ബുദ്ധിമുട്ട് കാരണം കുട്ടികൾക്ക് വിട്ടുമാറാതെ ജലദോഷം, തൊണ്ടവേദന, ചുമ പോലെ കുട്ടിക്ക് എപ്പോഴും ബുദ്ധിമുട്ടുകൾ മാറാതെ എന്നു വരാം. ശരിയായിട്ട് ഹോമിയോപ്പതിയിൽ ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2-3 മാസം കൊണ്ട് ഈ അഡിനോയിഡ്സിന്റെ കംപ്ലയിൻസിന് കുട്ടിക്ക് നല്ല ആശ്വാസം കൊടുക്കാൻ സാധിക്കും.